ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു നല്ലൊരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദർശ് അങ്ങനെ അനന്തപുരിയുടെ പടി ഇറങ്ങാണ്. ആദർശിൻ്റെ ആ തെറ്റുകുറ്റങ്ങളൊക്കെ എന്താണ് സംഭവിച്ചതെന്നുള്ള വിവരങ്ങളൊക്കെ മുത്തശ്ശനെ ബോധ്യപ്പെടുത്താനും അതുപോലെ മുത്തശ്ശൻ്റെ വായിൽ നിന്ന് വീണ ചില സംഭവങ്ങളൊക്കെ ആദർശിനെ നല്ലതായിട്ട് വേദനിപ്പിക്കുക. അങ്ങനെ ആത്മാഭിമാനം ഉള്ളതുകൊണ്ട് തന്നെ ആദർശ് തീരുമാനിക്കുകയാണ്, ഇതിൻ്റെ സത്യം തെളിയുന്നത് വരെ ഞാൻ കുറച്ച് നാളത്തേക്ക് ഈ അനന്തപുരിയിൽ നിന്ന് മാറി നിൽക്കാൻ തന്നെ തീരുമാനിക്കുകയാണെന്ന് പറയാണ്. അത് നയനയെ സംബന്ധിച്ചും ദേവയാനിയെ സംബന്ധിച്ചും ഒക്കെ നല്ല വിഷമാവുകയാണ്. അങ്ങനെ നയന ഗർഭിണിയായിരിക്കുന്ന ഈ അവസ്ഥയിൽ അതൊരു ഷോക്കാവുകയാണ് നയനയ്ക്ക്. അങ്ങനെ നയനയ്ക്ക് ഒരു വയ്യായികയൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് കേട്ടോ. അതേസമയം ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ചില കാര്യങ്ങളൊക്കെ നയനയോടും ആദർശിനോടും കൂടി ആയിട്ട് പറയുകയാണ്. അത് കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് നമ്മുടെ നയനയും ആദർശവും ഒക്കെ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയന ആദർശ് പോയി കഴിയുമ്പോൾ ആകെപ്പാടെ വിഷമിച്ച് മുത്തശ്ശിയുടെ അടുത്ത് ഇരിക്കുകയാണ്. മുത്തശ്ശി അപ്പോഴും മുത്തശ്ശനോട് പറയുന്നുണ്ടേ, നിങ്ങൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യരുതായിരുന്നു. ഈ കുട്ടിയാണെങ്കിൽ അവളിപ്പോൾ ഗർഭിണിയല്ലേ, ഈ സമയത്ത് ഇങ്ങനെ ആദർശ് പോയത് അവൾക്ക് താങ്ങാൻ കഴിയില്ല. അവളുടെ മനസ്സിൻ്റെ വിഷമം അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൂടി ബാധിക്കുമെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാനതിനിപ്പോൾ എന്ത് ചെയ്യാനാ? ആദർശ് തന്നെ എടുത്ത തീരുമാനമാണ് ഇവിടുന്ന് പോകണമെന്നുള്ളത്. അത് അവൻ്റെ തീരുമാനമാണ്, അത് തടയാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ എല്ലാവർക്കും നല്ല വിഷമമൊക്കെ ഉണ്ടെങ്കിലും നയന ആദർശിൻ്റെ കാര്യം ഓർത്ത് ഒരുപാട് വിഷമിക്കുകയും കരയുകയും ഒക്കെ ചെയ്യാണ്. ദേവയാനിയോട് പറയുന്നുണ്ട്, അമ്മേ എന്നാലും ആദർശേട്ടൻ ഇങ്ങനൊരു തീരുമാനം എടുത്തല്ലോ എന്ന് പറയുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതെ എനിക്കും നല്ല വിഷമമുണ്ട്. അവൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടില്ലായിരുന്നു. ഇതിലൊക്കെ വലിയ തെറ്റ് ചെയ്തിട്ടും അബിയൊക്കെ ഇവിടെ ഇപ്പോഴും നിൽക്കുന്നില്ലേ, എന്തെല്ലാം ശിക്ഷകൾ കൊടുത്തിട്ടും അവരൊക്കെ നിൽക്കുന്നില്ലേ. പക്ഷേ ആദർശിന് ആത്മാഭിമാനം ഉള്ളതുകൊണ്ടാണ് അവൻ പോയത്. മോള് വിഷമിക്കുകയൊന്നും ചെയ്യണ്ട. കാരണം അവൻ പോയെങ്കിലും അവൻ അവിടെ ചെന്ന് അവൻ്റെ സത്യാവസ്ഥ തെളിയിച്ചതിന് ശേഷം അവൻ തിരിച്ചു വരും. അവൻ്റെ നിരപരാധിത്വം അവൻ തെളിയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നാലേ അവനെ ഇവിടെ എല്ലാവരും സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് മോൾ അതോർത്ത് വിഷമിക്കേണ്ട. കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നല്ലതായിട്ട് നോക്കി ടെൻഷൻ അടിക്കാതിരിക്കണമെന്നൊക്കെ ദേവയാനി പറയാണ്. അതേസമയം നയന മുറിയിലേക്ക് പോയി കഴിയുമ്പോഴേക്കും നയനയ്ക്ക് ടെൻഷനും എല്ലാം കൂടായിട്ട് തീരെ അങ്ങ് വയ്യാതാവുകയാണ്. നയനയ്ക്കാണെങ്കിൽ നന്നായിട്ട് വയറുവേദന എടുക്കുക. വയറ് പൊത്തിപ്പിടിച്ച് നയന അവിടെ ഇരുന്ന് കരയാണ് കേട്ടോ. നിൽക്കുന്നിടത്ത് അവിടെ അങ്ങ് ഇരുന്ന് പോവാണ് നയന. അങ്ങനെ വയറ് പൊത്തിപ്പിടിച്ച് കരയാണ്. അമ്മേ അമ്മയെന്ന് വിളിച്ച് ഉറക്ക കരയുമ്പം ദേവയാനി ഇത് കേൾക്കാണ്. ദേവയാനി എപ്പോഴേക്കും ഓടി വരുക. എന്താ മോളെ, എന്താ പറ്റിയ നിനക്ക്, എന്താന്നൊക്കെ ചോദിച്ച് ഓടി വരുവാണ്. അപ്പോൾ നയന് പറയാം, അമ്മ എനിക്ക് തീരെ വയ്യ, സഹിക്കാൻ പറ്റാത്ത വയറുവേദനയാണ്, എന്തെങ്കിലും ഒന്നും ചെയ്യാതെ പറ്റില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുക. അപ്പോൾ ദേവയാനി നയനെ താങ്ങിയെടുത്ത് കടലിരുത്തുക. എന്നിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജയനും അജയനും അതുപോലെ തന്നെ നമ്മുടെ ജാനകിയും മുത്തശ്ശിയും ഒക്കെ എത്തുകയാണ്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ പൊട്ടിക്കറിയാം, മോളെ എന്താ നിനക്ക് പറ്റിയത്, നിന്നോട് പറഞ്ഞതല്ലേ നീ ഇങ്ങനെ വിഷമിക്കരുതെന്ന്. ആദർശ് പോയെങ്കിലും അവൻ തിരിച്ചു വരും, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം, ഇതിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പം ആശുപത്രി പോകണ്ടേന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശനും അവിടെ വന്നിട്ട് പറയാണ്, ഇനിയിപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കാതെ ജയ എത്രയും പെട്ടെന്ന് നയനമോളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറയാണ്. അങ്ങനെ നയനയും കൂട്ടി ജയനും അതുപോലെ തന്നെ മുത്തശ്ശിയും അതുപോലെ ദേവയാനിയും അനിയും ഒക്കെ ആയിട്ട് ആശുപത്രിയിലേക്ക് പോവാണ്. അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ നയനയ്ക്ക് വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത്തിരി സീരിയസ് ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ICUലേക്ക് അഡ്മിറ്റ് ആക്കിക്കോളാൻ ഡോക്ടർ പറയാണ്. അങ്ങനെ ICUലേക്ക് നയനയെ കൊണ്ടുപോവുക. അപ്പോൾ ആകെപ്പാടെ വിഷമിച്ച് ഭയങ്കരമായിട്ട് സഹിക്കാൻ വയ്യാതെ ദേവയാനി ഇന്ന് പൊട്ടിക്കരയാണ്. അപ്പോൾ ദേവയാനി അനി ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്, വല്യമ്മ ഇങ്ങനെ കരയണ്ട, എല്ലാം ശരിയാകും, ഒന്നും സംഭവിക്കില്ല ഇടത്തേക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ദേവയാനി അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. അങ്ങനെ നയനയെ ഡോക്ടർ വന്ന് പരിശോധിക്കുകയും സകല ചെക്കപ്പുകളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യണം. താൽക്കാലികമായിട്ട് നയനയ്ക്ക് വേദനയ്ക്കുള്ള മരുന്നൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ നയനയ്ക്ക് പ്രശ്നമൊന്നുമില്ല, റൂമിലേക്ക് മാറ്റുക. അപ്പോൾ ഡോക്ടർ ഇറങ്ങി വരിക. ഡോക്ടർ വന്നിട്ട് ദേവയാനിയെയും ജയനെയും വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആദർശ് എവിടെയെന്ന് ചോദിക്കുക കേട്ടോ. അപ്പം അവർ പറയുന്നുണ്ട്, ആദർശ് തൽക്കാലം ഇവിടെ സ്ഥലത്തില്ല, വേറൊരിടത്താണെന്ന് പറയണം. എങ്കിൽ ആദർശിനെ കൂടി വിളിക്കണം, ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്ന് ഏതായാലും ഡിസ്ചാർജ് ആയി പോകണ്ട, കുറച്ച് ചെക്കപ്പുകൾ കൂടി നടത്താനുണ്ട്. അതിനുശേഷം ആദർശുമായി സംസാരിച്ച് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ടെന്ന് പറയുക. അപ്പോൾ ദേവയാനി ചോദിക്കുക, എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഞ്ഞിനിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ ഡോക്ടർ പറയുന്നുണ്ട്, ഇല്ല കുഞ്ഞിനിപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ പ്രശ്നം മുഴുവൻ അമ്മയ്ക്കാണെന്ന് പറയാണ്.
അപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ നയനമോക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുക. നയന ഭയങ്കര വീക്കാണ് ബോഡി, അതിൻ്റെ കൂടെ ടെൻഷനും BP എല്ലാം കൂടിയിട്ട് ആകെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആദർശിനെ ഈ വിവരം അറിയിക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ശരി, ആദർശിനെ വിവരം അറിയിക്കാം, അടുത്ത ദിവസം തന്നെ അവനോട് ഇങ്ങോട്ട് വരാനും പറയാമെന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും നല്ല വിഷമത്തിലാണ്. അതേസമയം നമ്മുടെ ജലജയും അഭിയും നവ്യയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പം നവ്യ ജലജയോട് പറയാം, ഒരു കുഴപ്പമില്ല, ഇതൊക്കെ അങ്ങനെ തന്നെ വരണം. കാര്യം എൻ്റെ അനിയത്തിയൊക്കെയാണ് അവൾ ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നത് ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ അയാളുണ്ടല്ലോ, ആ ആദർശ്, അയാളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ആ കുഞ്ഞില്ലാതായാലും എനിക്കത് സന്തോഷമേ ഉള്ളൂ. കാരണം വേറൊരു കുഞ്ഞുണ്ടല്ലോ, ചന്തുമോള്, അതിനെ അതിൻ്റെ അമ്മയും ചതിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നിടത്തോളം കാലം അയാളുടെ കുഞ്ഞിന് ഇനി സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതിൻ്റെയൊക്കെ ലക്ഷണങ്ങളായി കാണുന്നത്. കർമ്മ എന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കൊള്ളുന്നത് നമ്മുടെ അബിക്കാണ് കേട്ടോ. അബിയല്ലേ ഇതെല്ലാം ചന്തുമോളെ ചതിച്ചത്, ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നതും ചന്തുമോളുടെ അമ്മയെ ചതിച്ചതും ഒക്കെ. അതെല്ലാം അബി ഇങ്ങനെ ആലോചിക്കുകയാണ്, ദൈവമേ, ഇങ്ങനെയൊക്കെ പ്രായിക്കഴിഞ്ഞാൽ അത് എനിക്കും എൻ്റെ കുഞ്ഞിനും തന്നെയാണല്ലോ ഏക്കാൻ പോകുന്നത്. ഇനിയിപ്പം ആദർശം ഒരു തെറ്റും ചെയ്യാത്ത ആദർശിന് എന്ത് ഏക്കാനാ, അതുപോലെ നയനയ്ക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പം നമ്മുടെ ജലജയം പറയാം, എന്തായാലും ഇത്രയൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചെങ്കിലും ഇതൊരു സന്തോഷമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. ഇതിപ്പം ഈ കുഞ്ഞ്, ആദർശിൻ്റെ കുഞ്ഞ് ഈ അനന്തപുരി തറവാട്ടിൽ വന്ന അത് രാജകുമാരനോ രാജകുമാരിയൊക്കെ ആയിട്ട് ഇവിടെ അങ്ങ് വാഴും. ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അതിനെ മതിയായിരിക്കും. തൽക്കാലത്തേക്ക് ആദർശം ഇറങ്ങിപ്പോയെങ്കിലും ആ കൊച്ചിവിടെ രാജാവായിട്ട് വാഴും. നമ്മുടെ അനന്തപത്മനാഭനെ ആരും തിരിഞ്ഞു പോലും നോക്കിയല്ല. ഇപ്പോഴും അതില്ലല്ലോ. അതുകൊണ്ട് ആ കൊച്ചില്ലാതാവുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നമുക്ക് നല്ലതെന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ ജലജയും. അങ്ങനെ അവർ നല്ല രീതിയിൽ സന്തോഷിക്കുന്നൊക്കെയുണ്ട്. അതിൻ്റെ കൂടെ നവ്യ പറയുന്നുണ്ട്, ജ്വല്ലറിക്കാരെ എനിക്ക് പ്രതിഫലം കുറച്ചുകൂടി കൂട്ടി തന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പം അഭി ചോദിക്കുക, നീ പുതിയ കരാറിലൊക്കെ ഒപ്പിട്ടോ എന്ന് ചോദിക്കുക. പിന്നെ 2 വർഷത്തേക്കുള്ള കരാറിലാണ് ഞാൻ ഒപ്പിട്ടിരിക്കുന്നത്. എനിക്കിനി 2 വർഷം ഒന്നും പേടിക്കാനില്ല. അവരുമായിട്ട് എഗ്രിമെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടം പോലെ അവസരങ്ങൾ കിട്ടുകയും ഇഷ്ടം പോലെ പണം കിട്ടുകയും ചെയ്യും. നല്ലൊരു അവസരം തന്നെ ഇത്. അതോടുകൂടി നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി ഇല്ലാതാവുമോ എന്നുള്ള സംശയമാണെന്ന് പറയാം. അപ്പോൾ ജലജ പറയാം, നല്ല കാര്യം തന്നെയാണ്, നിനക്ക് അത്യാവശ്യം നല്ല പണമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ജ്വല്ലറിക്കാർ മൂർത്തീസ് ജ്വല്ലറിയെ ഇല്ലാതാക്കും എന്നുള്ളതിന് സംശയമില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ ആദർശിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. ആരോ അവനെ ചതിച്ചത് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി റൂം എടുത്ത് കിടന്നവൻ മീറ്റിങ്ങിൻ്റെ സമയമായപ്പോഴേക്കും എണീക്കാതിരിക്കുമോ? പക്ഷേ ജ്വല്ലറിക്കാരായിരിക്കും ഇതൊക്കെ ചെയ്തത് എന്ന് പറയുക. അപ്പം നവ്യ പറയുന്നുണ്ട്, ബിസിനസ്സിൻ്റെ ഇടയിൽ ചതിയൊക്കെ സർവ്വസാധാരണ ആണല്ലോ. അങ്ങനെ വല്ലോ അവർ ചെയ്തതാവാനേ സാധ്യതയുള്ളൂ. അല്ലാതെ ഇപ്പം എന്ത് സംഭവിക്കാനാ എന്ന് പറയണം. അപ്പം അഭി പറയുന്നുണ്ട്, ശരിയാ, നമ്മുടെ സമയം നല്ല എന്ന് തോന്നുന്നു. ഇത്രയും നാളും നമ്മൾ ഒരുപാട് അനുഭവിച്ചില്ലേ അമ്മേ. ഇപ്പം കണ്ടില്ലേ നല്ല വെളിച്ചം വീണ് വരുന്നത്. എത്ര അനുഭവിപ്പിച്ചതാ വല്യമ്മ നമ്മളെ ഇട്ട്. ഇപ്പം കണ്ടോ അവരുടെ മകൻ ആദർശ് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നത്. അതുപോലെ മരുമോള് നയനയ്ക്ക് നല്ല ഇതൊന്നും അല്ലല്ലോ, വയറുവേദനയായിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇത്തിരി സീരിയസ് ആണെന്നല്ലേ അറിഞ്ഞത്. അതുകൊണ്ട് എന്തായി തീരുമെന്നുള്ളത് അപ്പോഴും കണ്ടറിയണം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് ഈ വേദനയുടെ ഇടയിൽ കൂടിയും സന്തോഷമാണെന്ന് പറയാം. അപ്പം നവ്യ അങ്ങോട്ട് പോയതിന് ശേഷം ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഉടനെ ജലജ പറയാം അബിയോട്, എടാ നീ പറഞ്ഞൊക്കെ കൊള്ളാം, പക്ഷേ ദേ തലയ്ക്ക് മുകളിൽ ഒരു വാളായിട്ട് ആ ചന്തുമോളും അനഘയൊക്കെ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. ഏതെങ്കിലും ഒരു നിമിഷം നവ്യ ഇതറിഞ്ഞാൽ നിൻ്റെ തല കഴുത്തിന് മുകളിലുണ്ടാവുമോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. അതുപോലെ അവളുടെ മനസ്സിൽ ഇപ്പം തന്നെ നീ കണ്ടില്ലേ അവൾക്ക് ആദർശിനോടുള്ള ദേഷ്യം. അനഘയെ ചതിച്ചെന്നും ചന്തുമോളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി എന്നും അതുപോലെ അവളുടെ അനിയത്തി നയനയെ ചതിച്ച് ജീവിക്കുന്നു എന്നുള്ള ചിന്ത കൊണ്ട് അവൾക്ക് ആദർശിനോട് ഇത്രയും വൈരാഗ്യം. അല്ലെങ്കിൽ ആദർശേട്ടൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് ദൈവമായിരുന്നു. അങ്ങനെയുള്ളിടത്ത് അവൾക്ക് അവനോട് ഇത്രയും വൈരാഗ്യം വന്നപ്പം നിൻ്റെ കൊച്ചാണ് ആ ചന്തുമോളെന്നും അനഘയെ നീ ചതിച്ച് ഈ അവസ്ഥയിലാക്കി കിടത്തിയിരിക്കുകയാണെന്നും നവ്യെ നീ ചതിക്കുകയായിരുന്നെന്നും ഇത്രയും നാളും കൂടി നീ ചതിച്ചെന്നും ഒക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും അവളുടെ പ്രതികരണം എന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക് എന്ന് പറയാം. അപ്പോൾ അഭി പറയുന്നുണ്ട്, അമ്മേ കുറച്ച് സമയമെങ്കിലും അതൊക്കെ ഒന്നും മിണ്ടാതിരിക്കമ്മേ, ഇപ്പം ഈ സന്തോഷമെങ്കിലും ഒന്ന് ആസ്വദിച്ചോട്ടെ എന്ന് പറയണം. അതേസമയം അറിയാണ് കേട്ടോ, അനന്തപുരിയിൽ എല്ലാവരും അറിയാണ് നയനയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം കുറച്ച് ടെസ്റ്റ് കൂടിയുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ആദർശിനെ വിളിച്ച് ഡോക്ടറിനെ സംസാരിക്കാനുണ്ടെന്നൊക്കെ അറിയാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും കഷ്ടമായിപ്പോയി. ആദർശ് ഇവിടുന്ന് ഇറങ്ങിപ്പോയ ഷോക്കിലാണ് നയനമോൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. ആദർശ് ഇവിടെ വരേണ്ടതായിരുന്നു എന്ന് പറയാം.
മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാനായിട്ട് അവനെ ഇറക്കിയൊന്നും വിട്ടില്ലല്ലോ. അവൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ എനിക്ക് പറ്റില്ല. അവൻ്റെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഡീല് നഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരാൾ നമ്മുടെ കമ്പനിയിൽ ഇരിക്കുന്നത്, MD സ്ഥാനത്തിരിക്കുന്നത് അത്ര നല്ലതല്ലെന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ആ തീരുമാനത്തിന് എനിക്ക് ഒരു മാറ്റവും ഇല്ല. പക്ഷേ അതിൻ്റെ പേരിൽ അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അവൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നം. ഇനിയിപ്പോൾ പോയ സ്ഥിതിക്ക് അവൻ പോയി അവൻ്റെ സത്യം തെളിയിച്ചിട്ട് വരട്ടെ. അതിനുശേഷം അവന് ഇവിടെ തന്നെ MD ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് പറയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, നയനമോൾക്കൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു. നാളെ ആദർശിനെ കണ്ട് സംസാരിക്കണം എന്നാണ് ഡോക്ടർ പറയുന്നതെന്ന് പറയാം. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒന്നും സംഭവിക്കില്ലെന്നേ എന്ന് പറയാണ്. അതേസമയം ആദർശ് ഇറങ്ങിപ്പോയ വിവരവും അതുപോലെ തന്നെ നയന ആശുപത്രിയിലായ വിവരവും ഒക്കെ അറിഞ്ഞിട്ട് നമ്മുടെ അവന്തികയ്ക്കും അതുപോലെ തന്നെ നാഗേന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷമാവുക. അവന്തിക നാഗേന്ദ്രയെ കാണാൻ രാവിലെ തന്നെ പോയിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ, ഏതായാലും ആനന്ദപുരിക്കാരുടെ നാശം പെട്ടെന്ന് തന്നെ ഉണ്ടാവും, ഒരുപാട് താമസമൊന്നുമില്ല എന്ന് പറയാം. അപ്പം നാഗേന്ദ്ര ചോദിക്കുക, എന്താ മോളെ, ആ ആദർശ് ഇറങ്ങിപ്പോയല്ലേ, ഞാൻ അറിഞ്ഞു എന്ന് പറയാം. ആ, ആദർശ് ഇറങ്ങിപ്പോയി, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞതുപോലെ ആയി അച്ഛാ. ആദർശ് വീട് വിട്ട് ഇറങ്ങിപ്പോയപ്പോഴേ അവിടെയുള്ളവരുടെ എല്ലാം ചങ്ക് തകർന്നു. കൂടെ അവൻ്റെ ഭാര്യയുണ്ടല്ലോ, ഗർഭിണിയായിരിക്കുന്ന ആ നയന, അവളും തകർന്നു. അങ്ങനെ അവൾക്ക് തീരെ വയ്യാതായി. അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. അല്പം സീരിയസ് ആണെന്നാണ് കേട്ടത്. അവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞങ്ങില്ലാതായാൽ മതിയായിരുന്നു. അതുകൊണ്ട് അനന്തപുരിയിലുള്ളവരുടെ ആ കിളവൻ്റെയും കിളവിയുടെയും വരെ കണ്ണ് നിറയും. അത് കാണാമായിരുന്നു നമുക്ക് എന്ന് പറയാനും. അപ്പോൾ നാഗേന്ദ്ര പറയാ, ശരിയാ മോളെ, ഇതെല്ലാം കാണേണ്ടി വരും നമ്മൾ. ഇനി അനന്തപുരിക്കാർ നാശത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് തകരുന്നു, അതുപോലെ അവരുടെ കുടുംബവും തകരുക ചെയ്യുന്നത്. ഇതുപോലെ എന്നോട് ചെയ്തതിന് ഫലം ഞാൻ കൊടുത്തോണ്ടേ ഇരിക്കുകയാണെന്ന് പറയാണ്. അപ്പം ഉടനെ തന്നെ അവന്തികയും പറയാം, ശരിയാ, എല്ലാം സത്യമായിട്ട് വരുന്നുണ്ട്. നമ്മളൊന്ന് അറിഞ്ഞ് കളിച്ചപ്പോഴേക്കും കണ്ടോ അനന്തപുരി തകരുന്നത്. അപ്പം നാഗേന്ദ്ര പറയാം, ദേ, ഒരു കാരണവശാലും നിൻ്റെ അമ്മയോടും അതുപോലെ ചേട്ടനോടും ഈ വിവരങ്ങളൊന്നും നീ പറയാൻ പോയേക്കരുത്. അതോടെ നമ്മുടെ പ്ലാൻ എല്ലാം തകരും. അബിയുണ്ടല്ലോ, അബിയെ അതുപോലൊരു കിഴങ്ങനാ. അവൻ ഒപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് നിനക്കും അറിയാമല്ലേന്ന് ചോദിക്കുക. അപ്പോൾ അവന്തിക പറയാം, പിന്നെ എനിക്കറിയാം, ആ കുഞ്ഞില്ലേ, ആ ചന്തുമോള്, അത് അബിയുടെ കുഞ്ഞാണ്. ആ വീട്ടിലെല്ലാവർക്കും അറിയാം, നവ്യയ്ക്കൊഴികെ മറ്റെല്ലാവർക്കും ആ വിവരം അറിയാം. ചന്തുമോള് അബിയുടെ കുഞ്ഞാണെന്നുള്ള വിവരം ഇനി നവ്യ കൂടി അറിഞ്ഞാൽ അവനെ എന്തൊക്കെ ചെയ്യുമെന്നും എന്ത് തീരുമാനിക്കുമെന്നും അറിയാത്തതുകൊണ്ട് അവിടെയുള്ളവരെല്ലാം നവ്യയിൽ നിന്ന് അതങ്ങ് മറച്ചു വെച്ചിരിക്കുകയെന്ന് പറയുകയാണ്. അപ്പം നാഗേന്ദ്ര പറയാ, ആ അബി അല്ലേലും അവൻ അങ്ങനെ പല പരിപാടികളും ഒപ്പിച്ച് വെക്കും. എത്ര പെൺകുട്ടികളെ അവൻ ചതിച്ചിട്ടുള്ള. അതുപോലെ നിൻ്റെ അമ്മയും വിടുവായിത്തരം പറയാൻ അവളെ കഴിഞ്ഞേ ഉള്ളൂ. അവളുടെ വായിലെ നാക്ക് വേണ്ട സമയത്തല്ല അവൾ പ്രയോഗിക്കുന്നത്. അത് തന്നെ അവൾക്ക് നാശമായിട്ട് വരും. എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കാൻ പോയാലും അതെല്ലാം നാശിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ചിട്ടേ അമ്മയും മോനും വരുള്ളൂ. അതുകൊണ്ട് ഈ വിവരം ഒന്നും മോൾ അവനോട് പറയാൻ പോയേക്കല്ലേ എന്ന് പറയാം. ഏയ്, ഞാൻ പറയാനൊന്നും പോകുന്നില്ല. നവ്യയാണെങ്കിൽ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം അവക്കെ നമ്മുടെ 2 വർഷത്തെ ഡീല് എഗ്രിമെൻറ്റ് ചെയ്തില്ലേ, അതിൻ്റെ സന്തോഷമൊക്കെ അവിടെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അതൊരു വലിയ ചതിയിലേക്കാണ് പോകുന്നതെന്ന് അവൾ അറിയുന്നില്ലല്ലോ അച്ഛാന്ന് പറയാം. അപ്പം നാഗേന്ദ്ര പറയാ, ഇല്ല, അവൾ അറിയുന്നില്ല. അവളെ വെച്ച് നമ്മളൊരു കളി കളിക്കും. ഇനിയിപ്പം നിൻ്റെ ചേട്ടൻ ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ നിൻ്റെ അമ്മ ചെയ്ത കാര്യങ്ങളും ഒക്കെ അറിഞ്ഞാലും അവൾ ഒരക്ഷരവും മിണ്ടാതെ നമ്മളൊപ്പം നിൽക്കണം. അതിനു വേണ്ടിയുള്ള കുരുക്കായത് എന്ന് പറയാണ്. അപ്പം ഉടനെ തന്നെ പറയുന്നുണ്ട് അവന്തിക, ദേ, ആ നവ്യ ഏട്ടൻ്റെ ഭാര്യയായിട്ട് നിൽക്കണമെന്നൊന്നും എനിക്കൊരു താല്പര്യവും ഇല്ല. അവൾ ആ അനന്തപുരിക്കാരുടെ സൈഡ് ചേരും എപ്പോഴാണേലും. അവളുടെ അനിയത്തി ഉണ്ടല്ലോ നയന, അവളുമായിട്ട് ചേരുന്നത് ഏത് സമയമാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം അബിയെ നല്ലവനും ആദർശ് ചീത്തവനും ആണെന്നുള്ള ചിന്തയിലാണ് അവൾ നമ്മുടെ കൂടെ നിൽക്കുന്നത്. പക്ഷേ ഇത് നേരെ തിരിച്ച് സത്യം അവൾ അറിഞ്ഞു കഴിയുമ്പോൾ അവളുടെ ഭാവം എല്ലാം മാറും. പിന്നെ നമുക്കെതിരെ അവൾ പണി തരുമെന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്ര പറയാം, അതിനുള്ള അവസരമൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയില്ല. അവൾ ഒരു പണിയും തരാനും പോകുന്നില്ല. നമ്മൾ പറയുന്ന കേട്ട് വാലാട്ടി തന്നെ അവൾ നിൽക്കും. പിന്നെ ഒരു ലെവൽ കഴിഞ്ഞാൽ നമ്മൾ ആ സത്യം അങ്ങ് അറിയിക്കും. അബിയുടെ കുഞ്ഞാണ് അവന്തിക എന്നുള്ള ചന്തുമോളെന്നുള്ള സത്യം എന്ന് പറയാം. അപ്പോൾ അവന്തിക പറയാം, അതെന്താ വെച്ചാൽ അതറിയിച്ചാൽ പിന്നെ അവിടെ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവുകയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ നാഗേന്ദ്ര പറയാം, പൊട്ടിത്തെറി ഉണ്ടാവണം. അനന്തപുരിയിൽ അങ്ങനെ പല പൊട്ടിത്തെറികളും ഉണ്ടാവണം. നവ്യയുടെ ഭാഗത്തുനിന്നും പല തീരുമാനങ്ങളും ഉണ്ടാവണം. അവൾ അബിയെ ഉപേക്ഷിച്ച് പോകണം. അല്ലാതെ അബിയുടെ കൂടെ അങ്ങനെ ഒരു ഭാര്യയുടെ ആവശ്യമില്ല. നമുക്ക് അതിലൊക്കെ വലിയ കോടീശ്വരിയായ ഒരുത്തിയെ അബിയുടെ ഭാര്യയായിട്ട് കണ്ടെത്തണം. അവൻ വരുന്ന AM ജ്വല്ലറിയുടെ MD അല്ലേ, അത് നീ മറക്കാവോ എന്ന് ചോദിക്കുക. അവന്തിക പറയുന്നുണ്ട്, ശരിയാ, പക്ഷേ ഏട്ടൻ്റെ കാര്യമായതുകൊണ്ട് ഒരു ചെറിയ സംശയമൊക്കെ ഉണ്ടെന്ന് പറയാം.
ഒരു സംശയവും വേണ്ട. ഞാൻ വരയ്ക്കുന്ന വരയിലൂടെ തന്നെ അവനും നിൻ്റെ അമ്മയൊക്കെ പോകും. ഒരുപാട് നിൻ്റെ അമ്മ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ അവളുടെ ഭർത്താവായി നിന്ന സമയത്ത് അവൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ മാത്രം ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അവൾ അവിടെ സുഖിച്ച് രാജ്ഞിയായിട്ട് വാഴുക ചെയ്തത്. അതിനും അവളോടൊരു ചെറിയ പ്രതികാരമൊക്കെ എനിക്കുണ്ടെന്ന് നീ വിചാരിച്ചോ എന്ന് പറയുക. അപ്പോൾ അവന്തിക്ക് പറയാം, അച്ഛാ അതൊക്കെ ഇനി വിട്, അമ്മയോടും ഏട്ടനോടും ഒന്നും നമുക്ക് വൈരാഗ്യം വയ്ക്കേണ്ടെന്ന് പറയാം. ഏയ് അങ്ങനല്ല മോളെ, ചെറിയ രീതിയിലൊരു പണി നിൻ്റെ അമ്മയ്ക്കും കൊടുക്കണ്ടേ എന്ന് പറയാണ് നാഗേന്ദ്ര. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. അപ്പം നയന ആശുപത്രിയിലാണെന്നുള്ള വിവരം അറിയാണ് നമ്മുടെ വേണുവും രേവതിയും അനാമികയും കൂടി കേട്ടോ. അഭി തന്നെയാണ് ഈ വിവരങ്ങളൊക്കെ വിളിച്ച് പറയുന്നത്. അഭി എല്ലാ വിവരങ്ങളും വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് വേണുവിനോട്. അപ്പം വേണുവിന് ഭയങ്കര സന്തോഷമായിട്ട് പെട്ടെന്ന് തന്നെ ചെന്നിട്ട് വേണമല്ലോ അനാമികയും അതുപോലെ രേവതിയൊക്കെ ഈ വിവരം അറിയിക്കാൻ. വേണു ഫോൺ വെച്ചിട്ട് നേരെ ചെല്ലാണ്. ചെന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ നിന്ന് അട്ടഹസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ രേവതി ചോദിക്കുക, എന്താ മനുഷ്യ നിങ്ങൾക്ക് രാവിലെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് വല്ല വട്ടുവാണോ ഇങ്ങനെ കിടന്ന് ചിരിക്കാൻ? ഇവിടെ മനുഷ്യൻ്റെ തലയിൽ തീയ, ഈ മനുഷ്യൻ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നത്. അപ്പോൾ വേണു പറയാം, അല്ലടി സന്തോഷം കൊണ്ട് തന്നെ ചിരിക്കുക. ഏറ്റവും നല്ല സന്തോഷം ഈ വർഷം കേൾക്കാവുന്നത് ഞാൻ കേട്ടു, അതുകൊണ്ട് അങ്ങ് സന്തോഷിച്ചാന്ന് പറയാം. അപ്പം അനാമിക്ക് ചോദിക്കുക, എന്താ അനിയുടെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോന്ന് ചോദിക്കണേ. അനിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കടി, അനന്തപുരി തറവാടേ അത് ചിന്ന ഭിന്നമാകാൻ പോവാണ്. അതുപോലെ തന്നെ നിൻ്റെ ശത്രു ഉണ്ടല്ലോ നയന, അവൾ ആശുപത്രിയിലുമാണ്. അത് കേട്ടപ്പോൾ പിന്നെ ചിരിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അനാമികയ്ക്കും രേവതിക്കും ഒക്കെ ഒരു ചിരി വരിക. അപ്പോൾ അനാമിക ചോദിക്കുക, എന്താ അനന്തപുരി തറവാട്ടിൽ എന്താ പുതിയ പ്രശ്നം എന്ന് ചോദിക്കുക. അതെ, ആദർശ് തറവാട് വിട്ട് ഇറങ്ങിപ്പോയി ഇന്നലെ. ആദർശിൻ്റെ മുത്തശ്ശൻ നന്നായിട്ട് തല്ലുകയും ആ ഡീല് നഷ്ടപ്പെട്ടതിന് മാനമുണ്ടെങ്കിൽ ഇനി ഇവിടെ നിൽക്കരുതെന്ന് പറയുകയും MD സ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത് മാറ്റി വയ്ക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ വിഷമത്തിൽ അവൻ വീട് വിട്ട് ഇറങ്ങി. ഇനിയിപ്പം ഗസ്റ്റ് ഹൗസിലോ എവിടെയെങ്കിലും കിടക്കുകയായിരിക്കും. എന്തായാലും അനന്തപുരിയുടെ രാജാവ് ആദർശ് പടിയിറങ്ങി. അവൻ പടിയിറങ്ങിയപ്പോഴേ അവൻ്റെ ഗർഭിണിയായ ഭാര്യയുണ്ടല്ലോ നയന, അവൾക്കങ്ങ് സഹിക്കാൻ വയ്യാതെയായി. അങ്ങനെ സഹിക്കാൻ വയ്യാതെ വന്ന് അവൾക്ക് വയറുവേദനയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അവളെയും കൊണ്ട് എല്ലാവരും ആശുപത്രിയിലായിരുന്നു. ഇത്തിരി സീരിയസ് ആണെന്നാണ് കേട്ടത്. ആ കുഞ്ഞിനെ കിട്ടുമെന്നേ തോന്നുന്നില്ല. ഒന്നെങ്കിൽ കുഞ്ഞ് അല്ലെങ്കിൽ തള, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ വകയില്ലേ മോളെ. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാവുക. അപ്പോൾ രേവതി ചോദിക്കുക, ഇതൊക്കെ നിങ്ങളോട് ആരാ ഇപ്പം ഈ രാവിലെ വിളിച്ചു പറഞ്ഞത്? കൊള്ളാലോ, ഈ വിവരങ്ങൾ അപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അതാ അബിയെ വിളിച്ച് പറഞ്ഞ് അവനെ ഇത്തിരി കൂറുള്ള ആ വീട്ടിൽ ഇത്തിരിയെങ്കിലും സ്നേഹമുള്ളത് അവനേ ഉള്ളൂ. കാര്യം തരികടയാണെങ്കിലും ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ അറിയാനേ അവൻ കൂടെ നിൽക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. പിന്നെ ഇത് കേട്ടപ്പം ഞാൻ സന്തോഷിക്കാതിരിക്കുന്നത് എങ്ങനെയാ? ഇപ്പം ആ വീട്ടിലുള്ളവരുടെയൊക്കെ നെഞ്ചിലെ തീയായിരിക്കും ആ കിളവൻ്റെയും കിളവിയുടെയും ഒക്കെ. അപ്പോൾ അനാമിക്ക് പറയാം, അങ്ങനെ തന്നെ വേണം. എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവർ നശിക്കുന്നത് കണ്ട് സന്തോഷിക്കണം. ജ്വല്ലറി എന്ന് പറയുന്ന ഒരു ജ്വല്ലറി ഇപ്പം എതിരായിട്ട് വന്നിട്ടുണ്ട് മൂർത്തീസ് ജ്വല്ലറിക്ക്. അവരായിരിക്കും ഈ അനന്തമൂർത്തിയും കുടുംബത്തിനെ തകർക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ വേണു പറയാം, ആരായാലും കുഴപ്പമില്ല, അവരുടെ നാശം കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തന്നെ ഉണ്ടാവും മോളെ. പിന്നെ നിൻ്റെ ആ കേസിൻ്റെ കാര്യമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി MD ഒക്കെ ആവും ആദർശ് ഇറങ്ങിയ സ്ഥിതിക്ക്. അപ്പോൾ കൂടുതൽ കോമ്പൻസേഷൻ നമുക്ക് കിട്ടാൻ എല്ലാവിധ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ ആ കുടുംബം നശിച്ച് പണ്ടാരടങ്ങണം എന്നിങ്ങനെ പറയുക. അങ്ങനെ അവരെല്ലാം സന്തോഷിച്ചിരിക്കുക. അതേസമയം ആദർശിനെ വിളിച്ചിട്ട് നയനയുടെ കാര്യം അറിയിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുകയും ഡോക്ടറെ കണ്ട് സംസാരിക്കുകയും ചെയ്യണമെന്ന് പറയാണ് കേട്ടോ. അത് നമ്മുടെ ജയനാണ് വിളിച്ച് പറയുന്നത്, മോനെ ആദർശേ, നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയാം. അപ്പം ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ നയനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. അതേ മോനെ, ഇന്നലെ നീ പോന്നു കഴിഞ്ഞാൽ അവൾക്ക് തീരെ വയ്യായിരുന്നു. അവൾക്ക് നല്ല വയറുവേദനയും ഒക്കെയായി ആകപ്പാടെ വല്ലാതായി അവളെ. ഞങ്ങളെല്ലാവരും കൂടെ ആശുപത്രിയിൽ കൊണ്ടുവന്നു. കുറച്ച് സമയം ICUലൊക്കെ ആയിരുന്നു. കുറേ അധികം ടെസ്റ്റുകളൊക്കെ ചെയ്തു. എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. അതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. അവർ നിർബന്ധമായിട്ടും പറയുന്നുണ്ട്, നയനയുടെ ഭർത്താവായ നീ അവിടെ എത്തണമെന്നും നിന്നോട് അവർക്ക് സംസാരിക്കണമെന്നും. ഡോക്ടറുടെ ചില തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അത് നിന്നോട് സംസാരിച്ചിട്ട് വേണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണമെന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശനങ്ങ് വെപ്രാളാവുകയാണ്. നയനയോട് ഞാൻ പറഞ്ഞതാ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വിഷമിക്കരുത് എന്നൊക്കെ. എന്നിട്ടും അവൾ എന്താ ഒപ്പിച്ചു വെച്ചത് എന്നിങ്ങനെ പറയുമ്പം ജയം പറയാ, നീ പിന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് വീട്ടിൽ നീ സമയത്ത് ഇറങ്ങിപ്പോന്ന അവൾക്ക് വിഷമം ഉണ്ടാവാതെ ഇരിക്കുമോ? എന്തായാലും മോനെ, നീ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് വരണം. ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. ഡോക്ടറെ പോയി കാണണം, എന്താണെന്ന് അറിയണ്ടേ എന്ന് പറയാം. ഇതാച്ചാൽ ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറയാം. അങ്ങനെ ആദർശ് അവിടെ എത്തുകയാണ്. എത്തിയ ഉടനെ തന്നെ നയനയുടെ അടുത്ത് ചെന്ന് നയനയെ കാണുക. അപ്പോൾ നയന ആദർശേട്ടാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയൊക്കെയാണ്. അപ്പോൾ ആദർശ് ആശ്വസിപ്പിക്കുന്നുണ്ട്, നയനെ ഒരു പ്രശ്നവുമില്ല, നീ കരയണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞാലേ ശ്രദ്ധിക്കണമെന്ന് എന്നൊക്കെ പറയാം.
അപ്പോഴേക്കും ഡോക്ടറിൻ്റെ റൂമിലേക്ക് ആദർശിനെ വിളിക്കുകയാണ്, നയനയും കൂടെ വിളിക്കുക. അപ്പോൾ രണ്ടുപേരും കൂടെ ഡോക്ടറിൻ്റെ റൂമിലേക്ക് ചെല്ലാൻ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടും കൂടെ ഡോക്ടറിൻ്റെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഡോക്ടറിനോട് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ ഡോക്ടറെ, എന്താ നയനയ്ക്ക് പ്രശ്നം, എന്തുകൊണ്ടാണ് അവൾക്ക് ഇന്നലെ അങ്ങനെ വയറുവേദന വന്നതെന്ന് ചോദിക്കുക. അപ്പം നയന ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക. അപ്പം നയനയോട് ഡോക്ടർ പറയാണ്, ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാൻ പോവാണ്, അത് കേൾക്കാനുള്ളൊരു മനോധൈര്യം നയനയും ആദർശും കാണിക്കണമെന്ന് പറയാം. അത് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോവാണ് നയനയും ആദർശും. എന്താ ഡോക്ടർ, എന്താ പ്രശ്നമെന്ന് ആദർശ് വീണ്ടും ചോദിക്കുക. അപ്പം ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ എല്ലാവിധ ടെസ്റ്റുകളൊക്കെ ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നയന വയറുവേദനയായിട്ട് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം ഇത്തിരി കോംപ്ലിക്കേഷൻ ആണ് എന്ന് പറയണം. ടെസ്റ്റുകളിലൊക്കെ കാണുന്നത് കുട്ടിയുടെ ആരോഗ്യത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കണം. അതുമാത്രമല്ല, നയനയുടെ ബോഡി വളരെ വീക്കാണ്. അന്ന് ലിവറിനൊക്കെ ഓപ്പറേഷനൊക്കെ ചെയ്തതല്ലേ, അതുപോലെ തന്നെ ടെൻഷനും എല്ലാം ആയപ്പം നന്നായിട്ട് BP കൂടുകയും നല്ല വീക്കാകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ നയനയ്ക്ക് അല്ലെങ്കിൽ കുഞ്ഞിന്, ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നേ നന്നായിട്ട് വരാൻ സാധ്യതയുള്ളൂ എന്ന് പറയുക. അപ്പം ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ഞാനൊരു സജഷൻ പറയാം, നന്നായിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾ തീരുമാനം എടുത്താൽ മതി. നയനയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഈ സമയത്താണെങ്കിൽ നമുക്ക് അബോർട്ട് ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നയനയുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവില്ല. ബോഡി കുറച്ചുകൂടെ ഹെൽത്തി ആയതിനു ശേഷം ഒരു പ്രഗ്നൻസിയെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതൊരു റിസ്ക്കാണ്. ഈ കുഞ്ഞിനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അമ്മയോ കുഞ്ഞോ ആരെങ്കിലും ഒരാളെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. നയനയുടെ ജീവന് തന്നെ ആപത്താവുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ റിസ്ക് എടുക്കാൻ തയ്യാറാവാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അതുകൊണ്ട് ആദർശം നയനയും കൂടി ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ പറയുക. അത് കേൾക്കുമ്പോഴേ നയന പൊട്ടിക്കരയാൻ തുടങ്ങുകയാണേ. ആദർശേട്ടാ എന്താ ഈ കേൾക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇല്ല പെട്ടെന്ന് പറയണ്ട, നിങ്ങൾ രണ്ടും കൂടെ തീരുമാനിച്ച് എടുത്താൽ മതി എന്ന് പറയാം. അപ്പോൾ ആദർശനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നയനയുടെ ജീവൻ ആപത്താണ് ഈ കുഞ്ഞ് എന്ന് പറയുന്ന കേൾക്കുമ്പോഴേക്കും ആദർശനാകെ ടെൻഷൻ ആവുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ഇല്ല ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കുഞ്ഞിനെ എത്ര റിസ്ക് എടുത്താലും ഞാൻ തന്നെ പ്രസവിക്കും. എൻ്റെ ജീവൻ എന്താപത്തുണ്ടായാലും കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയണം, നയനെ അങ്ങനെയൊന്നും അല്ല, നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ഇടിത്തി പോലെ ഒരു പ്രശ്നം വന്ന് ചേർന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്